ആചാര്യ ചാണക്യൻ തന്റെ ഗ്രന്ഥമായ ചാണക്യനീതിയിൽ വളരെ വ്യക്തവും അർത്ഥവത്തുമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിഡ്ഢികളോട് തർക്കിക്കുന്നതും നിന്ദിക്കുന്നവർക്ക് മറുപടി നൽകുന്നതും തരംതാണ ആളുകളോട് വാഗ്വാദം നടത്തുന്നതും ബുദ്ധിമുട്ടല്ല, മറിച്ച് വിഡ്ഢിത്തത്തിന്റെ ലക്ഷണമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യവും ഇതുതന്നെയാണ്. കാരണം ഇന്നത്തെ ലോകത്ത് നാം ഓരോ ദിവസവും കണക്കില്ലാത്ത നെഗറ്റിവിറ്റികൾക്കും ടെൻഷനുകൾക്കും വിവാദങ്ങൾക്കുമിടയിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. എല്ലാവരും നമ്മളെ താഴെയിറക്കാനും കുഴപ്പത്തിലാക്കാനും നമ്മുടെ ഊർജ്ജം ചോർത്താനുമാണ് ശ്രമിക്കുന്നത്. എപ്പോൾ എങ്ങനെ അവഗണിക്കണം എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പതിയെ നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഓട്ടത്തിൽ നിന്ന് പുറത്താകും. എന്നാൽ അവഗണിക്കുന്ന കലയിൽ വൈദഗ്ധ്യം നേടുന്ന ഒരുവനാണ് മുന്നേറുന്നത്. അവൻ തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ നിലനിർത്തുകയും യഥാർത്ഥ കളിക്കാരനായി മാറുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ആളുകളെ അവഗണിക്കാനും അതുവഴി അവർ നിങ്ങളുടെ പിന്നാലെ വരാനും സഹായിക്കുന്ന 8 കിടിലൻ വഴികളാണ്. വെറുതെ അവഗണിക്കുകയല്ല, മറിച്ച് ആളുകൾ നിങ്ങളുടെ പിന്നാലെ ഓടുന്ന തരത്തിലുള്ള അവഗണന. ഈ രീതികൾ നിങ്ങൾ ശീലിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക സമാധാനം നിലനിൽക്കുക മാത്രമല്ല, ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രതികരിച്ച് സ്വയം കുഴപ്പത്തിലാകുന്ന കഴുതകളെപ്പോലെയുള്ള ആൾക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുകയും ചെയ്യും. ഓരോ തവണയും തർക്കത്തിൽ ചാടി വീഴുകയും എല്ലാറ്റിനോടും പ്രതികരിക്കുകയും സ്വന്തം ഊർജ്ജം പാഴാക്കുകയും ചെയ്യുന്നവരാണവർ. എന്നാൽ നിങ്ങൾ വ്യത്യസ്തനായിരിക്കും. നിങ്ങൾ ആ ആൾക്കൂട്ടത്തിന് മുകളിലായിരിക്കും. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള വഴി താനേ തുറക്കപ്പെടും. അപ്പോൾ സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ കളിയാകെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ആ 8 ശീലങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നു. വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക, കാരണം അവസാനം ഞാൻ ഒരു ബോണസ് പോയിന്റ് കൂടി പറയുന്നുണ്ട്. അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഉപകരിക്കുക മാത്രമല്ല, നിങ്ങളെ ഈ ലോകത്തിലെ ആൾക്കൂട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരാളാക്കി മാറ്റുകയും ചെയ്യും. ഒരു പ്രത്യേക ക്ലാസ്, ഒരു പ്രത്യേക ഐഡന്റിറ്റി ഉണ്ടാക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ആദ്യത്തെ ശീലത്തിൽ നിന്ന് തുടങ്ങാം. ശീലം നമ്പർ 1. നിങ്ങൾക്ക് അവഗണിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ കളിയാണെന്നാണ്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ നേരിടേണ്ടി വരും. അത് ഏതെങ്കിലും പരീക്ഷയിൽ തോൽക്കുന്നതാകാം, ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതാകാം. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വലിയൊരു പോരാട്ടം തുടങ്ങുന്നു. പുറത്തുള്ള സാഹചര്യങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ ഉള്ളിലെ മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ നമുക്ക് വേണ്ടത് ശക്തമായ ഒരു മാനസികാവസ്ഥയും പോസിറ്റീവായ ഒരു ചിന്താഗതിയുമാണ്. അത് നമ്മെ നിരാശയിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തുകൊണ്ടുവരും. ഇവിടെയാണ് ചാണക്യനീതി വളരെ ഉപയോഗപ്രദമാകുന്നത്. മനുഷ്യന്റെ മാനസികാവസ്ഥ തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവുമെന്ന് ചാണക്യൻ തന്റെ ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും വലിയ കല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തമാക്കിയാൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സ്ഥിരതയോടെ നിൽക്കാൻ കഴിയും. അതിനാൽ ലോകം എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. എല്ലാവരും നിങ്ങളുടെ വാക്ക് മനസ്സിലാക്കില്ല. അതുപോലെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമാകില്ല. ഇങ്ങനെയിരിക്കെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ നിന്നാൽ നിങ്ങൾ തളർന്നുപോകും. അതിനാൽ ചില കാര്യങ്ങളെയും ആളുകളെയും കണ്ടില്ലെന്ന് നടിക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ വഴക്കുകളിൽ നിന്നോ തർക്കങ്ങളിൽ നിന്നോ മാറി നിൽക്കുന്നതാണ് ബുദ്ധിയെന്ന് ചാണക്യനീതിയിലും പറഞ്ഞിട്ടുണ്ട്. അനാവശ്യ വഴക്കുകളിൽ നിന്നും വിഷലിപ്തമായ ആളുകളിൽ നിന്നും മാറി നിൽക്കുന്നത് വിജയത്തിനും മാനസിക സമാധാനത്തിനും അത്യാവശ്യമാണ്. നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം പോസിറ്റീവായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ കഴിയും. ഇതാണ് പോസിറ്റിവിറ്റിയുടെ യഥാർത്ഥ ശക്തി. നിങ്ങളുടെ മനസ്സിൽ സമാധാനം നിലനിൽക്കുകയും ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും വരും, എന്നാൽ അവയോടൊപ്പം ജീവിക്കേണ്ടി വരും. ഇതിന് ചാണക്യൻ നൽകിയ ഉദാഹരണം റോസാപ്പൂവിന്റെയും മുള്ളുകളുടെയുമാണ്. എല്ലാ റോസാപ്പൂവിനൊപ്പം മുള്ളുകളുണ്ടാകും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും മുള്ളുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ അവയിൽ നിന്ന് ഒഴിഞ്ഞുമാറി പൂവിലെത്താൻ സാധിക്കും. ഈ കാര്യം സമൂഹം, ബന്ധങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ എന്നിവയ്ക്കും ബാധകമാണ്. എല്ലായിടത്തും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകും. എന്നാൽ അവയോട് പോരാടുന്നതിന് പകരം അവയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള വഴി നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങളുടെ ഊർജ്ജവും സമയവും പാഴാക്കാതിരിക്കാൻ സഹായിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, മാലിന്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതാണ് കൂടുതൽ പ്രധാനമെന്ന്. ഇന്നത്തെ കാലത്ത് വിവരങ്ങളും ആളുകളുടെ സംസാരവും നെഗറ്റിവിറ്റിയും വളരെ കൂടുതലാണ്. എല്ലാ തിന്മകളോടും നിങ്ങൾ പോരാടാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും അവിടെ തന്നെ തീർന്നുപോകും. അനാവശ്യ വഴക്കുകളിൽ പെടാത്തവനാണ് ബുദ്ധിമാനെന്ന് ചാണക്യൻ നീതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അവൻ തന്റെ ഊർജ്ജം ശരിയായ സ്ഥലത്ത് വിനിയോഗിക്കുകയും സമയം ലാഭിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായ ഒരു കാഴ്ചപ്പാട് നിലനിർത്തുക. നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും വിഷലിപ്തമായ ആളുകളിൽ നിന്നും മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ഒരു തവണ പരാജയപ്പെട്ടാലും നിരാശനായി തോൽവി സമ്മതിക്കരുത്. വീണ്ടും വീണ്ടും വീണിട്ടും എഴുന്നേൽക്കുന്നവരാണ് യഥാർത്ഥ വിജയി എന്ന് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം പോസിറ്റീവാക്കി വെക്കുന്നുവോ പരാജയം നിങ്ങളുടെ അവസാനമാകില്ല, മറിച്ച് പുതിയൊരു തുടക്കത്തിനുള്ള പ്രചോദനമാകും. ബട്ടണമർത്തി തോൽവി സമ്മതിക്കാൻ എളുപ്പമാണ്. എന്നാൽ വിജയത്തിന് നിരന്തരമായ പ്രയത്നവും പോസിറ്റീവായ ചിന്തയും അത്യാവശ്യമാണ്. ഈ പ്രക്രിയയിലുടനീളം പോസിറ്റീവ് മനോഭാവത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. കാര്യങ്ങളെ അവഗണിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ സമാധാനം നൽകുകയും ജീവിതത്തിന് മികച്ചൊരു ദിശ നൽകുകയും ചെയ്യുന്നു. മനസ്സിന്റെ ശക്തിയേക്കാൾ വലിയ മറ്റൊരു ശക്തിയുമില്ല എന്നാണ്
ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ പുറത്തുള്ള ഒരു തടസ്സത്തിനും നിങ്ങളെ തോൽപ്പിക്കാനാകില്ല. ഇതാണ് നിങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ താക്കോൽ. ശീലം നമ്പർ 2. എല്ലാവർക്കും മറുപടി കൊടുക്കരുത്. മറുപടി സമയം നൽകും. നോക്കൂ, എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മറുപടി പറയുന്നതിനേക്കാൾ പ്രവർത്തിച്ചു കാണിക്കുന്നതാണ് കൂടുതൽ പ്രധാനം. നിങ്ങളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിനക്കിത് സാധിക്കില്ല, നീ എപ്പോഴും പരാജയമായിരിക്കുമെന്ന് പറഞ്ഞ് പലരും നിങ്ങളെ പ്രകോപിപ്പിക്കും. എന്നാൽ ഈ കാര്യങ്ങൾക്കുള്ള മറുപടി നാവുകൊണ്ടല്ല നൽകേണ്ടത്, മറിച്ച് കർമ്മം കൊണ്ടാണ്. സമയത്തേക്കാൾ വലിയൊരു മറുപടിക്കാരനില്ല എന്ന് ചാണക്യനീതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളെ താഴെയിറക്കാൻ ശ്രമിക്കുന്നവരെ സമയം തന്നെ താഴെയിറക്കിക്കോളും. നിങ്ങൾ ക്ഷമയോടെയും കഠിനാധ്വാനത്തോടെയും നിങ്ങളുടെ വഴിയിൽ നടന്നാൽ മാത്രം മതി. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് മാറി നിന്ന് തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് ബുദ്ധിമാനെന്നും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ നോക്കിച്ചിരിക്കുന്നവർ നാളെ നിങ്ങളെ അഭിനന്ദിക്കും. നിങ്ങൾ അവരുടെ മറുപടികളിൽ കുടുങ്ങാതെ നിങ്ങളുടെ ജോലിയിൽ മുഴുകിയാൽ മതി. ഈ നിശബ്ദത, ഈ സമാധാനം, അതാണ് ഏറ്റവും വലിയ മറുപടി. മറുപടി നൽകണമെങ്കിൽ അത് ജോലിയിലൂടെ നൽകുക, വിജയത്തിലൂടെ നൽകുക. നിങ്ങളുടെ കാർ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഐഡന്റിറ്റി, അതായിരിക്കും നിങ്ങളുടെ മറുപടി. ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ അവഗണിക്കുക, വളരുക. ഇതാണ് ചാണക്യനീതി. സമയം പാഴാക്കാതെ ലക്ഷ്യത്തിലേക്ക് നടക്കുക. നായ്ക്കൾ കുരച്ചുകൊണ്ടിരിക്കും, എന്നാൽ ആന അതിന്റെ വഴിക്ക് പോകും. അതിനാൽ അടുത്ത തവണ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വെറുതെ പുഞ്ചിരിക്കുക. നിനക്കുള്ള മറുപടി എന്റെ വിജയം നൽകും എന്ന് മനസ്സിൽ ചിന്തിക്കുക. എന്നിട്ട് മിണ്ടാതെ ജോലിയിലേക്ക് തിരിയുക. ഈ പോയിന്റ് ശരിക്കും നിങ്ങളുടെ മനസ്സിൽ തട്ടിയെങ്കിൽ നിങ്ങളുടെ നിശബ്ദത കൊണ്ട് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും മറുപടി നൽകിയിട്ടുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. അതെ, ഇതുപോലുള്ള കൂടുതൽ ആഴത്തിലുള്ളതും ശക്തവുമായ കാര്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനി വരുന്ന ഓരോ പോയിന്റും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകും. കുറച്ച് സംസാരിക്കുക, എന്നാൽ ലോകം മുഴുവൻ കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന രീതിയിൽ സംസാരിക്കുക. ശീലം നമ്പർ 3. ജീവിതത്തിൽ പോസിറ്റീവായി ഇരിക്കുന്നത് എത്രത്തോളം പ്രധാനമാണോ അത്ര തന്നെ പ്രധാനമാണ് ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നതും. വളരെ പാവപ്പെട്ടവരും മാന്യന്മാരുമായ ആളുകൾക്ക് പെട്ടെന്ന് ആരോടും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അവർ എല്ലാ കാര്യങ്ങൾക്കും തയ്യാറാകും. ഞാൻ നിങ്ങൾക്കായി അത് ചെയ്തു തരാം എന്ന് അവർ ചിന്തിക്കും. പിന്നീട് അവരാണ് ഞങ്ങളെപ്പോലുള്ള നല്ലവർക്ക് മാത്രം എന്താണിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്നത്. അതെ, നല്ലവർക്ക് തന്നെയാണ് മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് സംഭവിക്കില്ല? ഈ കാര്യം ചാണക്യനീതിയിലും വ്യക്തമാണ്. വ്യക്തി തന്റെ അതിരുകൾ നിശ്ചയിക്കണമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിരുകളില്ലാത്ത ജീവിതത്തിൽ ആളുകൾ നിങ്ങളുടെ ദൗർബല്യം മുതലെടുക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ബുദ്ധിമാന്മാർക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു കലയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അതേ എന്ന് പറയുന്നവർ അവസാനം മറ്റുള്ളവരുടെ ഭാരത്തിന് കീഴിൽ അമർന്നുപോവുകയും തനിക്കായി ജീവിക്കാൻ മറക്കുകയും ചെയ്യുന്നു. സ്വന്തം അതിരുകളുണ്ടാക്കുക, സ്വന്തം ശക്തി തിരിച്ചറിയുക, മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ തലകുനിക്കാതിരിക്കുക എന്നിവ പ്രധാനമാണെന്ന് ചാണക്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും തലയിൽ കയറ്റിവെച്ചാൽ അവസാനം നിങ്ങൾ തന്നെയാകും താഴെ വീഴുക. ഇത്രയും വലിയ ഭാരം ചുമക്കുക എളുപ്പമല്ല. ആളുകളാകട്ടെ തയ്യാറായി നിൽക്കുകയുമാണ്. നിങ്ങളുടെ ദൗർബല്യം മുതലെടുക്കാൻ നിങ്ങൾ തലകുനിക്കുമ്പോൾ തന്നെ അവർ നിങ്ങളുടെ കഴുത്തറുക്കാൻ ശ്രമിക്കും. എന്നിട്ട് പറയും, അറുത്തിട്ട് ഒരു രസം തോന്നിയില്ല എന്ന്. ഇത്തരം ആളുകളെ വേരോടെ പിഴുതെറിയുക സാധ്യമല്ലെങ്കിലും അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതും അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുന്നതും ബുദ്ധിപരമാണെന്ന് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവർ പരമാവധി എന്തു ചെയ്യും? അവർ നിങ്ങളോട് ദേഷ്യപ്പെടും, നിങ്ങളെ ഉപേക്ഷിച്ചു പോകും. അവരില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ? പക്ഷേ കുറഞ്ഞപക്ഷം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനെങ്കിലും നിങ്ങൾ പഠിക്കണം. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലാകാതെ സ്വന്തം ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവനാണ് ബുദ്ധിമാനെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ ആരെയെങ്കിലും അവഗണിച്ചാൽ അവർക്ക് നിങ്ങളുടെ സമാധാനം കെടുത്താൻ കഴിയില്ല. അവഗണിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ശാന്തനായിരിക്കുക, നിശബ്ദനായിരിക്കുക, നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക, ഇത്രമാത്രം മതി. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് മൃഗങ്ങൾക്ക് പോലും അറിയാം. എന്തെങ്കിലും തെറ്റാണെങ്കിൽ അതിനോട് ഇല്ല എന്ന് പറയുക തന്നെ വേണം. ഇതിൽ നാണക്കേടോ ദൗർബല്യമോ ഇല്ല. സ്വന്തം അതിരുകൾ നിശ്ചയിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനും കഴിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു. തെറ്റിനെ തെറ്റെന്ന് പറയുന്നതിൽ ഒരു നഷ്ടവുമില്ല, മറിച്ച് അത് ആത്മാഭിമാനത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ഈ ലോകത്ത് വന്നത്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ജനിച്ചത്? നിങ്ങൾക്ക് സ്വന്തമായി ഒരു അസ്തിത്വവുമില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വപ്നങ്ങളില്ലേ? നിങ്ങളുടെ ഉള്ളിൽ ആത്മാഭിമാനമില്ലേ? അതെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. അത്തരം ആളുകളെ അവഗണിക്കുക. അവർ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആകട്ടെ, നിങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നവരുമായി ഒരിക്കലും കൈകോർക്കരുത്. നിങ്ങളുടെ ജീവിത പങ്കാളി, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ശത്രുക്കൾ എന്നിവരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശക്തി അറിയുക, നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുക. ഓരോ വിജയകരമായ വ്യക്തിയും എല്ലാ ദിവസവും തന്റെ ഭയം, മടി, രാത്രിയിലെ ഉറക്കം, സുഖസൗകര്യങ്ങൾ എന്നിവയെ അവഗണിക്കാൻ പഠിക്കുന്നു. അവർ എല്ലാവരോടും ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നു. അതിനാൽ അവർക്ക് ജീവിതത്തിൽ യഥാർത്ഥ വിജയവും സമാധാനവും കണ്ടെത്താൻ കഴിയും. നല്ലവനാകാൻ ശ്രമിക്കരുത്. വിവേകത്തോടെയും കരുത്തോടെയും മുന്നോട്ടു പോവുക. ശീലം നമ്പർ 4. ഉപേക്ഷിക്കാൻ പഠിക്കുക. മുന്നോട്ടു പോകാൻ എന്താണ് പഠിക്കേണ്ടത്? ഞാൻ പറയും,
മുന്നോട്ടു പോകാൻ പലതും ഉപേക്ഷിക്കാൻ പഠിക്കേണ്ടതുണ്ട് എന്ന്. നിങ്ങൾ ഓട്ടോയിലോ ടാക്സിയിലോ ട്രെയിനിലോ പോകുമ്പോൾ നിറയെ സാധനങ്ങൾ കൊണ്ടുപോകും, അല്ലേ? എന്നാൽ നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ പക്കൽ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എന്തുകൊണ്ട്? കാരണം ഒരു നിശ്ചിത അളവിന് ശേഷം, ഒരു നിശ്ചിത ഭാരത്തിന് ശേഷം നിങ്ങൾക്ക് എത്ര സാധനങ്ങളുണ്ടോ അതിന് നിങ്ങൾ പ്രത്യേകം പണം നൽകണം. എന്തുകൊണ്ട് നൽകണം? ആകാശത്ത് പറക്കണം, ഇന്ധനം കൂടുതൽ ഉപയോഗിക്കേണ്ടിവരും, ഭാരം കൂടുതലായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഉയരത്തിൽ പറക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭാരം കുറവായിരിക്കണം. ജീവിതത്തിൽ ഉയർന്ന തലത്തിലെത്താനും വിജയകരമായി പറക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പല കാര്യങ്ങളും നീക്കം ചെയ്യേണ്ടിവരും. ഒരാളുടെ പുരോഗതിക്ക് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളെയും, ചിന്തകളെയും, ശീലങ്ങളെയും ഉപേക്ഷിക്കണമെന്ന് ചാണക്യനീതിയിലും പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാനസികമാകട്ടെ ഭൗതികമാകട്ടെ വലിയൊരു ഭാരവും ചുമന്നുകൊണ്ട് മുന്നോട്ടു പോകുക അസാധ്യമാണെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അനാവശ്യ ചിന്തകളും നെഗറ്റിവിറ്റിയും വേണ്ടാത്ത ഉത്കണ്ഠകളും മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങൾ തൊടാൻ കഴിയൂ. ഭൂതകാലത്തിന്റെ ഭാരവും ആളുകളുടെ വിമർശനങ്ങളും അനാവശ്യ സംസാരങ്ങളും ഉപേക്ഷിക്കുന്നവനാണ് യഥാർത്ഥ അർത്ഥത്തിൽ സ്വതന്ത്രനും വിജയിയും ആകുന്നത് എന്ന് ചാണക്യൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ചുറ്റുമുള്ളവർ എന്താണ് പറയുന്നത്? നിങ്ങളെക്കുറിച്ച് ആരാണ് എന്ത് അഭിപ്രായം പറയുന്നത്? നിങ്ങളുടെ പ്രശ്നമെന്താണ്? നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ്? ഇതെല്ലാം ജീവിതത്തിൽ സാധാരണമാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ചാണക്യനീതി പഠിപ്പിക്കുന്നത്. ആ നെഗറ്റീവ് വാക്കുകളും ചിന്തകളും മനസ്സിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയൂ. ചിന്തകളുടെ ഭാരം എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം ഉയരത്തിൽ പറക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനാൽ ഉപേക്ഷിക്കാൻ പഠിക്കുക. പഴയ ചിന്തകൾ, പഴയ ഭയങ്ങൾ, നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ആളുകളുടെ വാക്കുകൾ. മനസ്സിലെ ഭാരം കുറയ്ക്കുകയും എപ്പോഴും പുതിയ അവസരങ്ങൾക്കായി തയ്യാറെടുക്കുകയും ചെയ്യുന്നവനാണ് വിജയിയായ വ്യക്തിയെന്ന് ചാണക്യൻ പറയുന്നു. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർന്ന തലത്തിലേക്ക് പോകാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയൂ. ശീലം നമ്പർ 5. എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണം നൽകരുത്. വിശദീകരിക്കുന്നത് നിർത്തുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ വിശ്വസിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ദുർബലനാക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടത് ചെയ്തു? അവനോട് എന്തുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു? അവനുമായി സംസാരിക്കുന്നത് എന്തുകൊണ്ട് നിർത്തി? ഞാൻ എന്തുകൊണ്ട് അവിടെ പോയില്ല? എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുക. സ്വന്തം വാക്ക് തെളിയിക്കാൻ ശ്രമിക്കുക. ഈ ശീലം പതിയെ നിങ്ങളുടെ മാനസികോർജ്ജം ഇല്ലാതാക്കും. എല്ലാവർക്കും മറുപടി നൽകേണ്ട കാര്യമില്ല. എടുക്കുന്ന ഓരോ തീരുമാനത്തിനും തെളിവ് നൽകാൻ നിങ്ങൾ കോടതിയിലല്ല ഇരിക്കുന്നത്. നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ എടുത്തു, അത്രമാത്രം. നിങ്ങളുടെ ചിന്തകൾക്കോ മുൻഗണനകൾക്കോ തീരുമാനങ്ങൾക്കോ മറ്റുള്ളവരിൽ നിന്ന് ഓരോ തവണയും അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ല. ചാണക്യനീതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മൗനം സർവാർത്ഥ സാധനം. അതായത് മൗനം പലപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ ശക്തനായി കാണപ്പെടുന്നു. കാരണം നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് നിങ്ങളുടെ മൗനത്തിൽ തന്നെ മറുപടി ലഭിക്കും. മനസ്സിലാക്കാത്തവരോട് എത്ര പറഞ്ഞാലും അവർ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക. വിശദീകരണം നൽകുന്നത് നിർത്തുക. എല്ലാവർക്കും മറുപടി നൽകുന്നത് നിർത്തുക. എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. കാരണം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളോട് തന്നെ നീരസപ്പെടുന്നു. നിങ്ങളുടെ ജോലി മുന്നോട്ടു പോവുക. നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കുക. അത് ശരിയായ ദിശയിൽ ഉപയോഗിക്കുക എന്നതാണ്. വിശദീകരണം നൽകുക എന്നത് ഒരുതരം യാചനയാണ്, അംഗീകാരത്തിനായുള്ള യാചന. നിങ്ങൾ വിശദീകരണം നൽകുന്നത് ഒരിക്കൽ ആളുകൾ കണ്ടുകഴിഞ്ഞാൽ അവർ നിങ്ങളെ വീണ്ടും വീണ്ടും വിലയിരുത്തും. നിങ്ങളെ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ശീലമുണ്ടാക്കുക. വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ മിണ്ടാതിരിക്കുക. ഒരു പുഞ്ചിരിയോടെ മുന്നോട്ടു പോവുക. നിങ്ങൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് സമയം തന്നെ തെളിയിക്കും. നിങ്ങൾ ശരിയാണെങ്കിൽ സമയം നിങ്ങൾക്ക് ഏറ്റവും വലിയ സാക്ഷിയാകും. കമന്റിൽ പറയുക, നിങ്ങളും വീണ്ടും വീണ്ടും വിശദീകരണം നൽകി മടുത്തോ? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഈ ശീലം മാറ്റാനുള്ള സമയമായോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ ആരെങ്കിലും നീ എന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്ന് പുഞ്ചിരിക്കുക, എന്നിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന്. ശീലം നമ്പർ 6. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വലിയ യുദ്ധം ജയിക്കാൻ പലപ്പോഴും ചെറിയ പോരാട്ടങ്ങൾ തോറ്റുകൊടുക്കേണ്ടി വരും എന്ന് പറയപ്പെടുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ അതിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പതറാൻ അനുവദിക്കരുത് എന്നാണ് ഇതിനർത്ഥം. ചാണക്യനും തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഇതുതന്നെയാണ്. വ്യക്തി തന്റെ ലക്ഷ്യം വ്യക്തവും സ്ഥിരവുമായി നിലനിർത്തണം. വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴിയും കഠിനമായിരിക്കും എന്ന് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനസ്സ് സ്ഥിരമായി നിൽക്കുന്നവൻ തന്നെയാണ് അവസാനം വിജയിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം മാമ്പഴമാണ്, മാവല്ല. അതായത് നിങ്ങളുടെ ഊർജ്ജവും കഠിനാധ്വാനവും ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കണം, അനാവശ്യ കാര്യങ്ങളിലല്ല. മറ്റുള്ളവരുടെ ജോലി സംസാരിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. അവർ നിങ്ങളെ തടയാൻ ശ്രമിക്കും, നിങ്ങളുടെ ശ്രദ്ധ തിരിക്കും. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം നേടാനായി പൂർണ്ണ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. ചെറിയ കാര്യങ്ങളിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജ്ജവും പാഴാക്കരുത്. തന്റെ ലക്ഷ്യത്തിനായി സമയവും ഊർജ്ജവും ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ചാണക്യൻ പറയുന്നു. അല്ലാതെ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവനല്ല. എത്ര വലിയ ജോലിയാണോ അത്രയും വലിയ വെല്ലുവിളിയായിരിക്കും.
എത്ര വലിയ ലക്ഷ്യമാണോ അത്രയും വലിയ പ്രശ്നമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി വളരെ വലിയൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ പതറരുത്, പിന്മാറരുത്. തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവനും പ്രതിസന്ധികളെ ക്ഷമയോടെയും വിവേകത്തോടെയും നേരിടുന്നവനുമാണ് വിജയത്തിന്റെ കൊടുമുടിയിലെത്തുന്നത് എന്ന് ചാണക്യനീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഓർക്കുക, ഈ ലക്ഷ്യം നേടാനാണ് നിങ്ങൾ തുടങ്ങിയത്. അത് നേടിയെടുക്കുന്നതുവരെ ഭക്ഷണമായാലും വീടായാലും അയൽക്കാരായാലും എല്ലാം നടന്നുപോകും. എന്നാൽ ലക്ഷ്യമില്ലാതെ ജീവിതം അപൂർണമാണ്. അതുകൊണ്ട് ലക്ഷ്യത്തിൽ ശ്രദ്ധ നിലനിർത്തുക. എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്തിയേ തീരൂ. അതിനാൽ ആത്മവിശ്വാസത്തോടെയിരിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അനാവശ്യമായ ആളുകളെയും ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളെയും അവഗണിക്കുക. നിങ്ങൾക്കെന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് എത്തേണ്ടത്, അത് നേടിക്കാണിക്കുക. രാജ്യത്ത് മാത്രമല്ല, ലോകമെമ്പാടും രാജ്യത്തിന്റെ പേര് പ്രശസ്തമാക്കുക. ചാണക്യനീതിയിൽ നിന്ന് പഠിക്കുക. ലക്ഷ്യം നേടാനുള്ള സ്ഥിരത, സംയമനം, ഏകാഗ്രത എന്നിവയാണ് വിജയത്തിന്റെ താക്കോൽ. ശീലം നമ്പർ 7. നിങ്ങൾ എത്രത്തോളം നേർവഴിക്ക് നടക്കുന്നുവോ അത്രയും വേഗം നിങ്ങൾ വെട്ടപ്പെടും. ഇത് കാടിന്റെ നിയമമാണ്. ഇതാണ് ജീവിതത്തിന്റെ നിയമം. എത്രത്തോളം പാവവും ലളിതവുമാകുന്നുവോ അത്രയും വേഗം നിങ്ങൾ ഇല്ലാതാകും. ഈ ലോകത്ത് ആരും ആരുടേതുമല്ല. എല്ലാവരോടും അമിതമായി ലളിതമായി പെരുമാറാനും നല്ലവനാകാനും ശ്രമിക്കുന്നവനെ ഈ ലോകം ജീവിക്കാൻ അനുവദിക്കില്ല. ഇതൊരു കടുത്തതും കഠിനവുമായ വസ്തുതയാണ്. ഈ കാര്യം എത്ര വേഗം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നുവോ അത്രയും വേഗം നിങ്ങൾ ജീവിതം സന്തോഷത്തോടെയും വിവേകത്തോടെയും ജീവിക്കാൻ പഠിക്കും. ജീവിതത്തിൽ നിങ്ങളുടെ നിഷ്കളങ്കതയുടെയും ലാളിത്യത്തിന്റെയും ഗുണമെടുക്കാൻ ശ്രമിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകുമെന്ന് ചാണക്യൻ തന്റെ നയത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാധാരണവും നിഷ്കളങ്കവുമായ സ്വഭാവമുള്ള ആളുകൾ പലപ്പോഴും വഞ്ചനയ്ക്കും ചതിക്കും ഇരയാകുന്നുവെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനാൽ എപ്പോഴും ജാഗ്രത പാലിക്കാനും സ്വന്തം ബുദ്ധി ഉപയോഗിക്കാനും ചാണക്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. വിവേകവും സംയമനവുമില്ലാത്ത ലാളിത്യമെന്നാൽ സ്വയം ദുർബലനാകുക എന്നാണ് അർത്ഥം. ജീവിതത്തിൽ സ്ഥിരതയ്ക്കും വിജയത്തിനും ലാളിത്യത്തിനൊപ്പം കരുത്തും വിവേകവും ആവശ്യമാണ്. ഇവിടെ നിങ്ങളുടെ നല്ലത് നിങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാനാകൂ. അതിനാൽ മറ്റുള്ളവർക്കനുസരിച്ച് ജീവിക്കുന്നത് അവസാനിപ്പിക്കുക. സ്വന്തം മനസ്സിനും വിവേകത്തിനുമനുസരിച്ച് നടക്കുന്നവൻ തന്നെയാണ് സ്ഥിരതയോടെയും വിജയത്തോടെയും നിലകൊള്ളുന്നത് എന്ന് ചാണക്യൻ പറയുന്നു. മറ്റുള്ളവർക്കു വേണ്ടി സ്വയം ദുഃഖിക്കുന്നതും സ്വയം ഇല്ലാതാക്കുന്നതും നിങ്ങളുടെ ഊർജ്ജം നശിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അവഗണിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക സന്തുലിതാവസ്ഥ നിങ്ങൾ സംരക്ഷിക്കുന്നു. വിവേകപൂർണമായ അവഗണനയെ ചാണക്യനീതിയിൽ വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നു. അതായത് ആവശ്യമുള്ളപ്പോൾ നെഗറ്റീവായ കാര്യങ്ങളെയും ആളുകളെയും കണ്ടില്ലെന്ന് നടിക്കുക. അവഗണിക്കുന്നതിലും അഹങ്കാരം കാണിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ചിലർ പറയും അഹങ്കാരം വന്നുവെന്ന് അഹങ്കാരം കാണിക്കുന്നുവെന്ന്. എന്നാൽ നിങ്ങളുടെ മനോഭാവം നിങ്ങൾ കുറച്ച് കർശനമാക്കുകയാണെങ്കിൽ അത് കരുത്തിന്റെ ലക്ഷണമായിരിക്കും. വ്യക്തി സ്വന്തം ആത്മവിശ്വാസവും ബഹുമാനവും നിലനിർത്തണം. അങ്ങനെ ആളുകൾ അവനെ നിസ്സാരമായി എടുക്കാതിരിക്കാനെന്ന് ചാണക്യനീതിയിലും ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കരുത്ത് കാണിക്കുമ്പോൾ ആളുകൾ ആദ്യം ചിന്തിക്കുന്നത് ഇതൊരു ശക്തമായ വ്യക്തിത്വമാണെന്നാണ്. ഇതിനെ നിസ്സാരമായി കാണരുത് എന്നവർ കരുതും. ഇത് നിങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ജോലി എളുപ്പമാക്കുകയും ചെയ്യുന്നു. ഒരു കുഴപ്പവുമില്ല, നിങ്ങളുടെ ജോലി നടക്കുന്നുണ്ടല്ലോ. ഇതാണ് ചാണക്യന്റെ പാഠം. ജീവിതത്തിൽ ലാളിത്യം നല്ലതാണ്. എന്നാൽ വിവേകം, സ്വയം സംരക്ഷണം, ദൃഢത എന്നിവയില്ലാതെ ഇത് ബുദ്ധിമുട്ടാണ്. ഈ സന്തുലിതാവസ്ഥ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നിങ്ങളെ സഹായിക്കും. ശീലം നമ്പർ 8. കുറച്ച് ബധിരനാകുക. 1. നിങ്ങൾ ഒരുപാട് കേൾക്കുന്നു. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അവൻ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ ചോദിക്കും, ശരി പറയൂ, അവൻ എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? പിന്നെ അത് കേൾക്കാൻ തോന്നും. ആരെങ്കിലും വന്ന് നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, വേറെ എന്തൊക്കെ പറഞ്ഞു? കേൾക്കാൻ വലിയ താൽപ്പര്യമാണ്. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പറയും, ഇനിയും പറയൂ, കുറച്ചുകൂടി പറയൂ. എന്തിനാണ് ഇത്ര താൽപ്പര്യം കാണിക്കുന്നത്? ആ വ്യക്തി അത് മുതലെടുക്കുമല്ലോ. കാരണം അവൻ എന്തു പറഞ്ഞാലും നിങ്ങൾ കേൾക്കുമെന്ന് അവനറിയാം. ഈ ശീലം നിങ്ങൾക്ക് ദോഷകരമാണ്. മറ്റുള്ളവരുടെ വാക്കുകളിൽ കുടുങ്ങി സ്വന്തം ഊർജ്ജവും സമയവും പാഴാക്കുന്ന വ്യക്തി ദുർബലനാകുന്നു എന്ന് ചാണക്യൻ തന്റെ നയത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ നെഗറ്റീവായ കാര്യങ്ങൾ കേൾക്കുന്നത് നിർത്താൻ ചാണക്യൻ ബുദ്ധിപൂർവ്വം ഉപദേശിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ദൗർബല്യമാണ് തിരയുന്നത്. നിങ്ങൾ അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ അവൻ തന്നെ തളർന്നുപോകും. തുടക്കത്തിൽ തന്നെ സുഹൃത്തെ, നിങ്ങളത് വിട്ടേക്ക്. ഞാൻ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കൂ, എന്റേത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 20 മിനിറ്റ് പാഴാക്കാൻ അവന് ധൈര്യമുണ്ടാകുമായിരുന്നില്ല. പിന്നെ നിങ്ങളുടെ 20 മണിക്കൂർ കൂടി പാഴാകില്ല. വ്യക്തി സ്വന്തം ചിന്തയ്ക്കും സമയത്തിനും വില നൽകണമെന്ന് ചാണക്യൻ പറയുന്നു. അനാവശ്യ കാര്യങ്ങളിൽ കുടുങ്ങി മാനസികവും വൈകാരികവുമായ വിഭവങ്ങൾ പാഴാക്കരുത്. ഈ ലോകത്ത് നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ താഴെയിറക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കൊക്കെ ഇടം നൽകണം, ആരെ പുറത്താക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾ കേൾക്കുന്നത് നിർത്തിയാൽ അവൻ സംസാരിച്ചുകൊണ്ടേയിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കരുത്. കുറച്ചു കഴിയുമ്പോൾ അവന് തോന്നും, ഞാൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന്. വിട്ടേക്കാം, ഇവനോട് എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ എന്തു ചെയ്യുമെന്ന് അവൻ കരുതും. അവൻ തന്നെ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി അവഗണിക്കുകയും സ്വന്തം വഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ശക്തി. ബോണസ് പോയിന്റ്: എത്രമാത്രം സംസാരിക്കുന്നുവോ
അത്രയും കുറഞ്ഞ വിലയ്ക്ക് അവൻ വിൽക്കപ്പെടും. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഞാൻ എന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിച്ചാൽ ആളുകൾ എന്നെ മനസ്സിലാക്കുമെന്നാണ്. അല്ല, നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. സ്വയം വീണ്ടും വീണ്ടും വിശദീകരിക്കുന്ന, എല്ലാത്തിനും മറുപടി പറയുന്ന ആളുകൾക്ക് വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവന് പതിയെ തന്റെ വില നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ആളുകൾ അവന്റെ വാക്കുകൾ ഗൗരവമായി എടുക്കുന്നത് നിർത്തുന്നു. കാരണം അവൻ എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകുന്നവനായി മാറി. ചിന്തിച്ചു നോക്കൂ, ഒരു ബ്രാൻഡിന്റെ മൂല്യം നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? അത് എല്ലാ കടയിലും കാണുമ്പോഴാണോ, അതോ അത് അപൂർവമായിരിക്കുമ്പോഴാണോ, അത് ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിരിക്കുമ്പോൾ? ഇത് മനുഷ്യർക്കും ബാധകമാണ്. ഞാൻ ശരിയാണെന്ന് എപ്പോഴും ആളുകളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കുകളുടെ വില കളയുകയാണ്. മിണ്ടാതിരിക്കുന്നതും ചില കാര്യങ്ങൾ സമയത്തിന് വിട്ടുകൊടുക്കുന്നതും പക്വതയുടെ ലക്ഷണമാണ്. മൗനം സർവാർത്ഥ സാധനം എന്ന് ചാണക്യനീതിയിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് പലപ്പോഴും മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മറുപടി. കാരണം നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ മുന്നിലുള്ളയാൾ സ്വയം ചിന്തിക്കാൻ നിർബന്ധിതനാകുന്നു. എന്തുകൊണ്ടാണ് അവൻ ഒന്നും പറയാത്തത്? ഈ സസ്പെൻസ് തന്നെയാണ് നിങ്ങളുടെ കരുത്തായി മാറുന്നത്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് എല്ലാവരും സംസാരിക്കുന്നു, ന്യായീകരിക്കുന്നു, ട്രെൻഡുകൾ പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കുറച്ചുമാത്രം സംസാരിക്കുന്ന, കുറച്ച് ഉള്ളിലിരുന്ന് അധ്വാനിക്കുന്ന, കുറച്ചുമാത്രം പുറത്തു കാണുന്ന വ്യക്തിയാണ് ശരിക്കും ഏറ്റവും കരുത്തനായി കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? കാരണം അവന്റെ സാന്നിധ്യം അപൂർവമാണ്. അപൂർവമായവ എപ്പോഴും വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട്, അല്ല അവൻ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, നീ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, കാരണം എന്റെ വിജയം തന്നെയാണ് എന്റെ മറുപടി. ബാക്കിയുള്ളവർക്ക് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. ഓർക്കുക, നിശബ്ദത ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ശബ്ദമായിരിക്കും. സ്വയം വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നയാൾ സ്വന്തം വില കുറയ്ക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആദ്യം ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്തുക. ഏത് ശീലമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് കമന്റിൽ പറയുക. നമുക്ക് ഒരുമിച്ച് ജീവിതം മെച്ചപ്പെടുത്താം. നന്ദി.